പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ കപിലോപദേശം എന്ന 15ാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകം. മതിരിഹ ഗുണസക്ത ബന്ധകൃത്വേഷു അസക്ത ത്വ അമൃതകൃതുപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദമാണ് നാം ചെയ്യുന്നത്. മതി ഇഹ ഗുണസക്ത ബന്ധകൃത് തേഷു അസക്ത തു അമൃതകൃത് ഉപരുന്ധേ ഭക്തിയോഗ തു സക്തിം മഹത് അനുഗമലഭ്യ ഭക്തി ഏവ അത്ര സാധ്യ കപിലതനുഹു ഇതി ത്വം ദേവഹൂത്യൈ ന്യഗാദിഹി. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഇഹ ഗുണസക്ത മതിഹി ബന്ധകൃത് തേഷു അസക്ത തു അമൃതകൃത് ഉപരുന്ധേ ഭക്തിയോഗ തു സക്തിം മഹത് അനുഗമലഭ്യ ഭക്തി ഏവ അത്ര സാധ്യ ഇതി കപിലതനുഹു ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ഗുണങ്ങളിൽ ആസക്തമായ മനസ്സ് ഈ ലോകത്തിൽ സാംസാരിക ബന്ധത്തെ ഉണ്ടാക്കുന്നു. വൈരാഗ്യ മനോഭാവമാകട്ടെ അമൃതം പോലെയുള്ള മോക്ഷത്തെയും ഉണ്ടാക്കുന്നു. ഈശ്വരഭക്തി എല്ലാ തരത്തിലുമുള്ള വിഷയാസക്തികളെയും തടയുന്നു. മഹാപുരുഷന്മാരുടെ അനുസന്ധാനം മൂലമുള്ള ഭക്തിയാണ് നാം നേടിയെടുക്കേണ്ടത് എന്ന് കപിലശരീരിയായ അങ്ങ് സ്വമാതാവായ ദേവഹൂതിയെ ഉപദേശിച്ചു. നമസ്തേ.